ദൃശ്യം 3 കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഇതിലും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ലാലേട്ടൻ ഞങ്ങൾക്ക് തരാനില്ല അല്ലേ? കൊടുക്കാനുമില്ല, ഞങ്ങൾക്ക് കൊടുക്കാനുമില്ല. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. യജാതി പടം. ഈ യൂണിവേഴ്സിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലോ ജിത്തു ജോസഫ്, മാൻ ഹാറ്റ്സ് ഓഫ്. കാരണം ഈ യൂണിവേഴ്സിന്റെ ഒരു ബാഗേജ് ഉണ്ട്. ദൃശ്യം 1ഉം 2ഉം സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്ക്, എസ്പെഷ്യലി ദൃശ്യം 2 സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ആ ബെഞ്ച് മാർക്കിന്റെ ഒപ്പം നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്ത് പോയൊരു പടം ദൃശ്യം 3. ആസ് പെർ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ദൃശ്യം 2ൻ്റെ അത്ര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആൻഡ് ദറ്റ് എഡ്ജ് ഓഫ് ദ സീറ്റ് സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും ദൃശ്യം 3 നമ്മളെ കൺവിൻസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് ദൃശ്യം 4ലേക്ക്. അത് സെറ്റാണ്, അതൊരു ലെവലാണ്. പിന്നെ എന്ത് പറയാനാണ് ലാലേട്ടനെ കുറിച്ചിട്ട്, എന്ത് പറയുക അയാളെ കുറിച്ച്. ഫസ്റ്റ് ഹാഫിലൊക്കെ ചെങ്ങായി ലിറ്ററലി ഞെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-13 കൊല്ലം കൊണ്ട് ഒരു ഫാമിലിക്കകത്ത് വരുന്ന ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഇതിനകത്ത് ലാലേട്ടൻ പിടിച്ചൊരു പിടുത്തമുണ്ട്. അതായത് എല്ലാവർക്കും എല്ലാം അറിയാം, നാട്ടുകാർക്കും അറിയാം, പോലീസുകാർക്കും അറിയാം, കോടതിക്കും അറിയാം, എല്ലാം അറിയാം. പക്ഷെ നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ മനുഷ്യന്റെ ഉള്ളിൽ പശ്ചാത്താപത്തിന്റെ വിങ്ങലുണ്ട്, എന്നാൽ പിടികൊടുക്കില്ല എന്നുള്ള വാശിയുണ്ട്. അതെ, ചാൻസ് ഉണ്ട് എന്നുള്ള അയാളുടെ തൊര, അയാളുടെ ഒരു പേടി. എന്നിട്ട് ഈ മനുഷ്യൻ ലൈഫിൽ കാണിച്ചു കൂട്ടുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ആ വെള്ളം തുപ്പിയ സാധനം. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിനകത്ത് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ കുക്കറിലിട്ട പോലെ ജീവിക്കില്ല. ഇത്രയും രഹസ്യവും കൊണ്ട് അയാൾ ചില കാര്യങ്ങൾ മറന്നു പോകും. അയാൾ ഫോണ് വരുമ്പോഴൊക്കെ നമ്മളൊരു കള്ളത്തരം കാണിച്ചിട്ട് 10 ആൾ ആ കള്ളത്തരം നമ്മൾ കാട്ടിന്ന് പറയാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു തരം വിങ്ങൽ വരില്ല. ഇത് ഈ 10-13 കൊല്ലം ഈ ചെങ്ങായി ഇത് നടന്നിട്ട് എങ്ങനെടാ ഞാൻ ഇതിൽ ആ വെള്ളം തുപ്പണ സാധനമൊക്കെ ഉണ്ടല്ലോ, സത്യത്തിൽ ഞാൻ കയ്യിൽ നിട്ടതാണോ അതോ അല്ലേ? അല്ല, എനിക്ക് പെട്ടെന്ന് ഞാൻ മറ്റേതിക്ക് പോയി, തന്മാത്രയ്ക്ക് പോയി, അൽഷിമേഴ്സ് വന്ന സാധനത്തേക്കൊക്കെ. കാരണം മൂപ്പര സിറ്റുവേഷനിലാണ്, ആ ടെൻഷന്റെ ഇടയില് അതാ സീന് വെച്ച കണ്ടങ്ങള്. ആദ്യം വേണച്ച് തുപ്പി, വായ കഴുകി വേണച്ച് തുപ്പി, പിന്നെ മൂപ്പര് കഴിയുന്നത് കയ്യിന്ന് പോയി. എന്നിട്ട് ആ തുണി എടുത്ത് തുടയ്ക്കാൻ വരും മൂപ്പര്. മോനെ ലൈറ്റൊക്കെ ഓഫ് ആക്കി നാളെ കയ്യിൽ നിന്നിട്ടാണ്. ഫസ്റ്റ് ഹാഫ് മക്കളെ ഗൂസ് ബംസ് എന്ന് പറയുന്നത് കുറച്ചൊരു സ്ലോ സ്റ്റാർട്ടായിരുന്നു. പക്ഷെ അത് ക്യാരക്ടർ ബിൽഡിംഗ് ആണ് അവിടെ നടന്നത്. കാരണം ഈ 13 വർഷം കൊണ്ട് ഈ ഫാമിലിക്ക് എന്ത് സംഭവിച്ചു നമുക്ക് അറിയേണ്ടത്, ഇതിലെ ക്യാരക്ടേഴ്സിന് എന്ത് മാറ്റം വന്നു എന്ന് അറിയണം, ഇവരെ സറൗണ്ടിങ്സിൽ എന്തൊക്കെ ബിൽഡപ്പ് നടക്കുന്നുണ്ട് നമുക്കറിയണം. ഒരു കാര്യം ഞാൻ പറയാലോ, ഇതിൻ്റെ ട്രെയിലർ വാസ് കംപ്ലീറ്റ്ലി മിസ്ലീഡിങ് സാധനം. ട്രെയിലറിനകത്ത് നമ്മളെ പറ്റിച്ച് സോഷ്യൽ മീഡിയ, അത് സംവിധായകൻ പറഞ്ഞ കാര്യങ്ങളും കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആള് പറ്റിച്ചിട്ടുണ്ട്. തിയേറ്ററിനകത്ത് കയറിയിട്ട് ഫസ്റ്റ് ഹാഫ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തിയേറ്ററിൽ നമ്മൾ ട്രെയിലറിൽ കണ്ടതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആവുന്നു. അല്ല സോഷ്യൽ മീഡിയ എല്ലാവരും ഉണ്ടാക്കില്ല എന്നുള്ളത്. എൻ്റെ മക്കളെ ഫസ്റ്റ് ഹാഫിനകത്ത് ഈ 10-13 കൊല്ലം കൊണ്ട് ലാലേട്ടൻ്റെ ക്യാരക്ടറിന് വന്ന ഷിഫ്റ്റ് ഞാൻ പറഞ്ഞു, അതേപോലെ ആ വീട്ടിനകത്ത് ഓരോ ക്യാരക്ടറിനും ഷിഫ്റ്റാണ്. എസ്തറിൻ്റെ ക്യാരക്ടർ മാറി മാറ്റല്ലേ, ചെറിയ കുട്ടിയുടെ അത് ഭീകര മാറ്റമായി പോയി. കാരണം നമ്മൾ കറക്റ്റ് ടോണ്. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, അത് ദൃശ്യം 4 ലീഡാ. അതൊക്കെ സംവിധായകന്റെ അയാൾ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ കേട്ടോ. ഓരോ ഏജ് കാറ്റഗറിയിലും വരുന്ന ആൾക്കാർക്ക് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അത് മാറ്റി മാത്രല്ല, ഇത് ദൃശ്യം 4 ലീഡ് വെച്ചാ മാറ്റി. പല സാധനങ്ങളും എസ്റ്ററിന്റെ ക്യാരക്ടർ പറയുന്നത് 4ലേക്കുള്ള എന്തോ പിടിവള്ളിയാണ് ആ സാധനം. ദൃശ്യം 2ലും ഉണ്ടായിരുന്നു അത്. ദൃശ്യം 2ലും അല്ല, എസ്റ്ററിന്റെ ക്യാരക്ടറിന് അവരെ കോളേജിൽ നിന്നുള്ളൊരു കൊണ്ടുവരുന്നു. അപ്പൊ ദൃശ്യം 4ക്ക് എസ്റ്ററിന്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് വരണം. അത് ഭീകര സാധനമായിരുന്നു. അൻസിബ ആ നക്ഷലിനകത്ത് തന്നെ ഇരിക്കണം. കാരണം അൻസിബേനെ റിവോൾവ് ചെയ്തിട്ടാണ് ദൃശ്യം സീരീസ് മൊത്തം പോകുന്നത്. നമ്മൾ വിചാരിക്കുമ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടറാണ് അതാണെന്ന് പറയുമ്പോഴും ഇറ്റ് റിവോൾവ്സ് കംപ്ലീറ്റ്ലി അറൗണ്ട് അൻസിബയുടെ ക്യാരക്ടർ. അൻസിബയുടെ ക്യാരക്ടർ അങ്ങനെ തന്നെ ഇരിക്കണം. അത് അൻസിബ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ട് ആ സാധനം. മീന പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മീനന്റെ ചില സാധനങ്ങളൊക്കെ ലാലേട്ടനെ വെട്ടി ചില സാഹചര്യത്തില്, അല്ലേ? അതെ, എടുത്താ തോന്നുന്നു. സത്യത്തില് ലാലേട്ടന് മീനി ഇരിക്കുന്ന ചില കോമ്പോ സീൻസിൽ ലാലേട്ടനെ വെട്ടിച്ചൊരു അഭിനയം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെ കൊണ്ടും പോസിബിൾ ആയിട്ടുള്ള ഐറ്റം അല്ല, ഈസി ആയിട്ട് ചെയ്യാനും പറ്റില്ല. പക്ഷെ മീന എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി എങ്ങനെ ഇത് സാധിച്ചെടുക്കുന്നു എന്നറിയില്ല. നമുക്ക് ആ ഒരു ഭയങ്കര കൺവിൻസിങ് ആണ്. ഇത്ര വർഷത്തിന് ശേഷവും അവരുടെ പെയർ ജോർജോട്ടിയും ഭാര്യയും ഇത്ര കൺവിൻസിങ് ആവുന്നതുണ്ടല്ലോ. അതൊന്നും വേണ്ട. ഇതിനകത്തൊരു വീട് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. റിനോവേറ്റ് ചെയ്യണം, വീട് റിനോവേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് അവിടെ മീനേൻ്റെ കുറച്ച് മാനറിസം, കുറച്ച് ഡയലോഗും ഉണ്ട്. ദൃശ്യം 1ക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അല്ലേ? ഒന്നും നടന്നിട്ടും നടക്കാത്ത മാതിരി ഭയങ്കര ഒന്നും പറയല്ല അതിനകത്ത്. അങ്ങനെ
ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് മക്കളെ ഈ നമുക്കിങ്ങനെ ഡൗട്ടാണ് സോഷ്യൽ മീഡിയ വരുമോ ഇതിലടുത്ത നമ്മൾ ഓൾവേസ് വി ആർ എക്സ്പെക്ടിങ് എ വില്ലൻ. നമ്മളെല്ലാവരും ദൃശ്യത്തിനകത്ത് വില്ലൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വില്ലൻ എന്ന് പറയുന്നത് ലാലേട്ടൻ ചെയ്ത പ്രവൃത്തി, ലാലേട്ടൻ്റെ ക്യാരക്ടറും അതൊക്കെ തന്നെയാണ് വില്ലനിസം. അതാണ്. പക്ഷെ ഇതിൽ വില്ലനിസം എന്ന് പറഞ്ഞിട്ട് അത് ഹീറോയ്ക്കായി കാണിക്കുകയാണ്. ബട്ട് സ്റ്റിൽ വില്ലൻ ഇറ്റ്സ് എ വില്ലൻ. ആര് വില്ലൻ എന്നൊക്കെ നോക്കുമ്പോൾ ഇതേ യൂണിവേഴ്സിലുള്ളവർ തന്നെ. ഇതിലെല്ലാരും കൂടെ ലാലേട്ടനെതിരെയാണ് ശരിക്കും. മറ്റേ സിനിമ ഇത് സാധാരണ സംഭവിക്കലൊക്കെ ലാലേട്ടൻ ഇവർക്കെതിരെ ടൂന്ന് വന്നൊരു മാറ്റം. ടൂല് നല്ല ആൾക്കാരൊക്കെ ഇതിലെത്തിയപ്പോ അതിന് വേറെ കാര്യമുണ്ട് ഇതില്. ടൂല് ലാലേട്ടനെ തിരിച്ചവരൊക്കെ അല്ല വേറെ രസമുണ്ട്. ജീത്തു ജോസഫ് വെച്ച് കളിച്ചതെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ക്യാരക്ടേഴ്സൊന്നും ആഡ് ചെയ്തില്ല. അതായത് റെലവെന്റ് അല്ലാത്ത പുതിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഈ യൂണിവേഴ്സിന് ഈ സാധനം പുറത്തുണ്ടോ നോക്കിയില്ല. അതാണ് ജീത്തു ജോസഫിന്റെ ബ്രില്യൻസ്. ഈ ലൂപ്പിലിട്ടു. അതായത് ദൃശ്യം 1 എവിടുന്ന് തുടങ്ങിയോ ദൃശ്യം 3 അവിടെ കൊണ്ടുപോയി എൻഡ് ചെയ്യാണ്. പുതിയ ക്യാരക്ടേഴ്സിനൊക്കെ ആഡ് ആയത് അവരൊക്കെ ഈ സൈഡിൽ അച്ചാറ് തൊട്ടുകൂട്ടാൻ വെച്ച പോലെ തന്നെ ആയിപ്പോയി. മെയിൻ ക്യാരക്ടേഴ്സ് ഏത് ചോറും സാമ്പാറൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. മെയിൻ ക്യാരക്ടേഴ്സ് തന്നെ ആൾക്കാരാണെങ്കിൽ അവരത് അതെ അങ്ങനെ. എടേ ഇന്റർവെല്ലൊക്കെ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന് കിട്ടിയ കയ്യടിനെ കാട്ടി കൂടുതൽ കിട്ടിയോ ഒരു ഡൗട്ട് ഉണ്ട്. അതെ, കാരണം എന്താ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ സത്യം പറഞ്ഞ വില്ലൻ ആരായിരിക്കും എന്നുള്ള എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ ഇന്ന വിചാരം പുതിയ ഒരാൾ വരുന്ന പുതിയ ക്യാരക്ടർ വരുന്നു. പക്ഷെ കൊണ്ടുവന്ന് വെച്ച വില്ലൻ ഹെവി വില്ലൻ, മാസ് വില്ലൻ അല്ലേ. അയാളെ കോസ്റ്റ്യൂം മറ്റേ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫസ്ട്രേറ്റഡ് ആണ് അയാൾ എന്നുള്ളത്. പക്ഷെ ആ വില്ലന്റെ ലാസ്റ്റിലേക്ക് പോയപ്പോ ഇതെനിക്ക് എന്റെ അഭിപ്രായം പറയണം, സെക്കൻഡ് ഹാഫിന്റെ ക്ലൈമാക്സിലേക്ക് പോയപ്പോ വില്ലൻ ഒന്നും അല്ലാത്ത രീതിയിലായിപ്പോയി. അത് അങ്ങനത്തെ അല്ല, അത് മറ്റാളെ മുന്നിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ടാണ് ആള് രണ്ടും കെട്ട് അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് തന്നെ മക്കളെ 100 കോടി തൂക്കാള് ഫസ്റ്റ് ഹാഫിലുണ്ട്. പിന്നെ കമ്മിങ് ടു സെക്കൻഡ് ഹാഫ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കിടക്കുന്ന സെക്കൻഡ് ഹാഫിലാണ്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ പറയുന്നു, സെക്കൻഡിന്റെ അത്ര ഹൈ ഇല്ലെങ്കിലും തേർഡിന്റെ ഈ ഒരു ട്വിസ്റ്റ് ടേൺ അല്ലെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള നറേറ്റീവ് ഒക്കെ 4ലേക്കുള്ള ലീഡാണ്. ദൃശ്യം 4ലേക്കുള്ള കൊണ്ടുപോയി വെക്കലാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് മൊത്തം പണി വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് എഡ്ജ് ഓഫ് ദ സീറ്റ്സ് സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമാക്സ് സീനാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകണ്ടെങ്കിൽ അത് ഇന്റർവെല്ലിന്റെ സെക്കൻഡ് ഹാഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ അത് അടുത്തുള്ള എന്താണെങ്കിലും പറഞ്ഞില്ല. കാരണം അങ്ങനത്തെ സാധനങ്ങൾ സെക്കൻഡ് ഹാഫിലുണ്ട്. സെക്കൻഡ് ഹാഫിൽ അൻസിബ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കുന്ന ഇവൻറ്റുകളിൽ പഴയ ടീംസൊക്കെ തിരിച്ചു വരുന്നുണ്ട്. നമ്മളെ മാഡത്തിൻ്റെ ഭർത്താവൊക്കെ സിദ്ദിഖിൻ്റെ ക്യാരക്ടറൊക്കെ വരുന്നുണ്ട്. സിദ്ദിഖിൻ്റെ ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു ഈ 1നും 2നും നമ്മൾ കണ്ട ഷെയ്ഡൊന്നും അല്ല എന്റെ മോനെ. അതൊക്കെ ഏത് റേഞ്ച്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കും നഷ്ടപ്പെട്ടു തുടങ്ങി, അയാളും ചിന്തിക്കാൻ തുടങ്ങി. അയാളും ജോർജ് കുട്ടീന്റെ അവസ്ഥയിലായി. ഈ രണ്ട് ഫാമിലി ഒരേപോലെയാണ് പോകുന്നത്. ജോർജ് കുട്ടീന്റെ അപ്പുറത്ത് ഒരു കണ്ണാടി വെച്ചാൽ അപ്പുറത്ത് സിദ്ദിഖാവും. എങ്ങനെ പൊക്കണോ എന്നുള്ളതാണ് പ്രഭാകരന്റെ ആവശ്യം. അപ്പൊ ആ രീതിയിൽ ഇതിന്റെ സെക്കൻഡ് ഹാഫ് ചേഞ്ച് ആയി എന്നുള്ളതൊരു ഭയങ്കര സംഭവമാണ്. അതിനിടയിൽ ഈ ഷാജോന്റെ മറ്റേ മകളായിട്ട് വന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ, എന്തായാലും ഒരു വീണ നന്ദകുമാർ. എന്റെ പൊന്നെ, അതിനെ കണ്ടാ കലി വരും. ഉള്ള കാര്യം പറയല്ലേ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനത് പടം കാണുമ്പോ തന്നെ ഞങ്ങളോട് പറയില്ലേ അതിനെ കാണും ഇടങ്ങാറ്. അതിന്റെ ക്യാരക്ടർ അങ്ങനെ അത് എന്തിനാണ് ഈ സിനിമയിൽ ഇതിനെ കൊണ്ടുവന്നുള്ള രീതിയിൽ. അവരെ അഭിനയം മോശമായതുകൊണ്ടല്ല കേട്ടോ, നന്നായതുകൊണ്ടാ പറയുന്നത്. നന്നാക്കി ചെയ്തോണ്ടാ പറഞ്ഞത്. ഒരുമാതിരി മറ്റേ കോണത്തിൽ ഏപ്പം കുടിയോ പോലെ ഇതിനെ കാണുമ്പോ കലി, അങ്ങനത്തെ സാധനം. അങ്ങനെ അടിപൊളിയായിട്ട് സെക്കൻഡ് ഹാഫിലാണ് പിന്നെ നമ്മളെ മുരളി ഗോപിക്ക് കിട്ടിയ കയ്യടിയോ. അത് ദൃശ്യം 2ന്റെ ഇമ്പാക്റ്റ് ആണ്. 2ന്റെ ഇമ്പാക്റ്റ് ആണ് മോനെ. കാരണം ദൃശ്യം 2-ലാണെങ്കിലും 3-ലാണെങ്കിലും മുരളി ഗോപി ചെയ്യാനുള്ള പണി കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഏത് പുകഴ്ത്തി പറയാം, ജോർജ് കുട്ടീനെ പൊക്കി പറയുന്നത് രക്ഷയില്ല. അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫ് മൊത്തം. ഞാൻ പറഞ്ഞല്ലോ ട്വിസ്റ്റ് ഉണ്ടോണെന്നും പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ തിയേറ്ററിന് എക്സ്പീരിയൻസ് എന്ത് പറഞ്ഞാലും സ്പോയിലറാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു ക്ലൈമാക്സ് പറയില്ല. ആ ക്ലൈമാക്സിന്റെ ബിൽഡപ്പും സെക്കൻഡ് ഹാഫിന്റെ ഒരു പകുതി മുതൽ നടക്കുന്നതും ലാലേട്ടനും മാജിഷ്യൻ അല്ലേ, മാജിക്കാണ്. ലാലേട്ടനെ ഇങ്ങനെ വെച്ച അയാള് മാജിക്കാണ്.
അല്ല ഒരു മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചില സമയത്ത് നമുക്ക് തോന്നും. പക്ഷെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു നമ്മളെ കൊണ്ട് തന്നെ തോന്നിപ്പിക്കും. കൺവിൻസ് ആക്കുകയാണ്. ഒരു ക്രൈം ഇപ്പൊ എല്ലായിടത്തും പറയും ക്രൈം നോർമലൈസ് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ലാലേട്ടനെ കൊണ്ട് മാത്രം ഇപ്പൊ എത്ര ദൃശ്യം ഏതിലേക്കൊക്കെയോ ചേഞ്ച് ആക്കി. ഈ സിനിമയ്ക്കകത്ത് തന്നെ അതിന്റെ റെഫറൻസുകളുണ്ട്. ഇതിനകത്ത് തന്നെ തുടങ്ങുന്ന ഒരു ദൃശ്യത്തിൽ നിന്നാണ്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ കാണാം. ആ ദൃശ്യത്തിൽ തുടങ്ങി ആ ദൃശ്യം തന്നെ ഇവർ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ പോർഷൻസ് ഒക്കെ തുടങ്ങിയപ്പോൾ വിചാരിച്ചു ഇതെന്താണ് അത് ഇതെന്താ അവർ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ലാലേട്ടന് മാത്രം പറ്റുന്ന മാജിക്. 300 നിൽക്കുമോ? ദൃശ്യം യൂണിവേഴ്സിന് സെക്കൻഡാണ് ഈ 300 കഴിഞ്ഞ് അന്നേ ബെഞ്ച് മാർക്ക് കിട്ടിയിരുന്നു. ലോക്കയ്ക്കൊക്കെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിയിരുന്നു. സെക്കൻഡ് വാസ് എ വേറെ ലെവൽ. തേർഡ് ആസ് ഗുഡ് ആസ് സെക്കൻഡ് എന്ന് പറയാം. പക്ഷെ സെക്കൻഡ് വെച്ചൊരു ബെഞ്ച് മാർക്ക് അത് ബ്രേക്ക് ചെയ്തില്ല. അതിന്റെ ഒപ്പത്തിനൊപ്പമാണ്. ഈ സെക്കൻഡ് ചെയ്ത സമയത്ത് തേർഡിന് വലിയ ഇതുണ്ടായിരുന്നല്ലോ, പ്രതീക്ഷിച്ചല്ല ചെയ്താത്തോണ്ട് അത്രയും അതിൽ കൊടുത്തേ. ഇത് കാരണം എന്താ വെച്ചാൽ ഫോർത്തിന് വെച്ചു. അതുകൊണ്ട് ഇതിൽ കുറച്ച് കാണിച്ചിട്ടാണ് എന്താ ഈ സിനിമയിലോട് ഈ യൂണിവേഴ്സ് എൻഡാക്കാൻ, ദൃശ്യം 3 കൊണ്ട് ഈ യൂണിവേഴ്സ് എൻഡാക്കാൻ ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ദൃശ്യം 3 ഇങ്ങനെ വെച്ചത്. അതായത് ഒരു ഇത് 2നെ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് എ മൈൽഡ് സാധനം. പക്ഷെ ഇതന്നെ തരുന്ന കിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഇതന്നെ ഭയങ്കര കിക്കാ നമുക്ക് വരുന്നത്. എസ്പെഷ്യലി ആ മോനെ BGM കളിക്കുന്ന കളി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഒന്നുമില്ല. ഈ പഴയ വീഞ്ഞെടുത്ത് പുതിയ കുപ്പിയിലിട്ടാലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും മാറ്റേണ്ട ആവശ്യത്തിൽ വരുന്നില്ല. സത്യം ഒന്നിനും അനിൽ ജോൺസൺ അല്ലേ കമ്പോസർ. അതായത് ചില രീതിയിൽ എന്താ സംഭവിക്കുക, എത്രയും വർഷങ്ങളായി പഴകിയ സാധനം എല്ലാവരും എന്ത് ചെയ്യുക, അടുത്തൊരു 1, 2, 3 എന്നൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ. അതായത് ട്യൂണ് കുറച്ച് ഇതൊന്നുമില്ല. ഇത് ആ ട്യൂൺ ലാലേട്ടനെ ഫുൾ ഫ്രെയിമിൽ കാണിച്ചിട്ട് ഒരു സാധനം വന്നടേ പഴയ BGM അവിടെ കത്തി തിയേറ്റർ. ഓഫ്, പ്യുവർ ഗൂസ് ബംസ്. ലാലേട്ടൻ ഫാൻസിന് ആറാടാം അല്ലേ, അർമാദിക്കാൻ പറ്റുന്ന സാധനം. ആറാടാൻ പറ്റണ്ടേ, എല്ലാരും ഇതിൽ നോക്കിയിരിക്കല്ലേ ഇനി എന്ത് എന്നുള്ളത്. മിസ്സാൻ പറ്റൂലേ, ഒറ്റ സീൻ മിസ്സായി കഴിഞ്ഞു. എല്ലാരും അടിപൊളിയായിരുന്നു. കിടിലം പടം, ഒരു രക്ഷയില്ല. പഴയ ഗതാഗത മന്ത്രിക്ക് കുറച്ച് സീനെ കിട്ടിയുള്ളൂ. അതെ, അയാളുള്ള ഓക്കെയാണ്. ഗണേഷ് കുമാർ സീനില്ലാതെ അങ്ങനെ പോയി. എല്ലാവരും ഇതിൽ വന്നുപോയ എല്ലാവരും, ഈവൻ ചുമരിലെ പല്ലി വരെ നല്ല അഭിനയമായിരുന്നു. അതിലാരും ചെയ്യേണ്ട വേണ്ടില്ലായിരുന്നു തോന്നുന്ന ആരും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഇപ്പൊ ഇതേ പറയുമ്പോ ഇതേപോലെ ചത്ത് കളിക്കുന്ന ആരും ഇല്ല. നമ്മളെ ചിരിക്കുന്ന ഒരുത്തൻ ലോകേഷ് കനകരാജ്. അപ്പൊ ഓക്കെ ഗൈസ്, എല്ലാരും അല്ലേ പടം കാണുക. ആൻഡ് വേറൊരു ഈ ദൃശ്യം ഞാൻ പറയുന്നില്ല, അത് നമുക്ക് തരുന്ന ഗൂസ് ബംസ് ഈ യൂണിവേഴ്സ് വേറെയാണ്. എനിക്കിപ്പോൾ ആകെ ഈ ദൃശ്യത്തിന് നല്ല ഫാൻ ബേസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. എല്ലാ ലാംഗ്വേജിലും, ഈവൺ ഇഫ് അത് ബാക്കിയുള്ളവരൊക്കെ ഡബ് ചെയ്ത് വേറെ സാധനങ്ങൾ ഇട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പുതിയ അവരെടുത്താൽ പോലും ഇതിൻ്റെ ഒരു ഒറിജിനൽ ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് 10, 300, 400 പോയാലും പോകും. തിയേറ്റർ പൂരപ്പുറം പോകും, അത് ഉറപ്പാണ്. കുറച്ച് ദിവസം അങ്ങോട്ട് തിയേറ്റർ ഭാഗത്തേക്ക് ഇപ്പോഴേ ടിക്കറ്റ് എടുത്തിട്ട് അടുക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു രക്ഷയില്ല, വേറെ ലെവൽ സാധനം. എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കും, ഇതിലൊരു പാട്ട് പോലും ഇല്ല. അല്ല, അതാ പറഞ്ഞേ, അതിന് പോലും മൂപ്പർ റെഡി ആയില്ലല്ലോ. ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ആണ് പാട്ട് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പോട്ടെ, ഏരിയ പോട്ടെ, അടി പോലും വെച്ചില്ല മൂപ്പർ ഒന്നും വെച്ചില്ല. അല്ല അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞ എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ പറയുന്നത് ഇതിന്റെ കഥേന്റെ ആ ഒരു സാധനം മാത്രം. ഇത് ജീത്തു ജോസഫ് വേറെ എന്തെടുത്തില്ലെങ്കിലും ഉണ്ടല്ലോ, ദൃശ്യത്തിൽ പുലിയ കിങ് ആണല്ലോ ദൃശ്യത്തില്. ഇയാളെ കഥയാണോ ഇത് ശരിക്കും? അവന് ജോർജറ്റിനെ പോലെ ഇയാൾക്ക് ആരെങ്കിലും അറിയോ? പറയാൻ പറ്റൂല. അപ്പൊ ഓക്കെ ഗൈസ്.